മമ്മീസ് കെയറിലേക്ക് സ്വാഗതം. മിക്ക അമ്മമാരെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പ്രസവശേഷമുള്ള മുടി കൊഴിച്ചിൽ. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും എങ്ങനെ അത് തടയാമെന്നും നമുക്ക് നോക്കാം. നോർമലായിട്ട് നമ്മളുടെ മുടി വളരുന്നത് ഗ്രോയിങ് ഫേസ്, റെസ്റ്റിംഗ് ഫേസ്, ഷെഡിങ് ഫേസ് എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലൂടെയാണ്. ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് കൂടുകയും മുടി റെസ്റ്റിംഗ് ഫേസിലേക്ക് നിലനിൽക്കുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെ നമ്മുടെ മുടി തിക്കായിട്ടിരിക്കുകയും നീളം വയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രസവശേഷം ഈസ്ട്രോജൻ്റെ അളവ് നോർമൽ ലെവലിലേക്ക് വരും. ഇത് മുടി ഷെഡിങ് ഫേസിലേക്ക് വരാൻ കാരണമാകുന്നു. അങ്ങനെ നമ്മുടെ മുടി താരതമ്യേന കൂടുതൽ കൊഴിയുന്നു. എന്നാൽ ഇത് ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. മിക്ക അമ്മമാരിലും കുട്ടിക്ക് 1 വയസ്സാകുന്നതിന് മുൻപ് തന്നെ പുതിയ മുടികൾ വളർന്നു തുടങ്ങുന്നതാണ്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ മുടികൾ പൊഴിയുന്നത് കുറയ്ക്കാനും പുതിയ മുടികൾ വളർത്തിയെടുക്കാനും സാധിക്കും. ധാരാളം വൈറ്റമിൻസും മിനറൽസുമുള്ള ഭക്ഷണങ്ങൾ ഡയറ്റ് ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര കാലമാണോ നിങ്ങൾ കുട്ടിയെ ഫീഡ് ചെയ്യുന്നത് അത്രയും നാളും പോസ്റ്റ്നാറ്റൽ വൈറ്റമിൻസ് കഴിച്ചിരിക്കണം. നമ്മുടെ ശരീരത്തിൽ നിന്ന് കുട്ടിയിലേക്ക് വൈറ്റമിൻസ് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിയായിട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നില്ല, വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻസ് അളവ് കുറയും. മുട്ട, മീൻ, ഇലക്കറികളൊക്കെ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് പുതിയ മുടികൾ വളരാൻ സഹായിക്കുന്നതാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓയിൽ മസാജ്. കോക്കനട്ട് ഓയിലോ മറ്റേതെങ്കിലും ഓയിലോ നിങ്ങൾക്ക് അതിനായിട്ട് ഉപയോഗിക്കാം. തലയോട്ടിയിൽ ഓയിൽ മസാജ് ചെയ്താൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും പുതിയ മുടികൾ വളരുകയും ചെയ്യും. പിന്നെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള മൈൽഡ് ഷാമ്പുവോ കണ്ടീഷണറോ ഉപയോഗിക്കുക. ടൈറ്റ് ആയിട്ടുള്ള മുടി കെട്ടിവെക്കുന്നത് അവോയ്ഡ് ചെയ്യുക. സ്ട്രെയിറ്റനിങ്, ബ്ലോ ഡ്രൈ അങ്ങനെ മുടിയിൽ ചൂടേൽപ്പിക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ് കുറച്ച് നാളത്തേക്കെങ്കിലും അവോയ്ഡ് ചെയ്യുക. ഇത് മുടി ഡാമേജ് ചെയ്യുന്നത് കുറയ്ക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക എന്നത്. കുഞ്ഞിനെ കെയർ ചെയ്യുന്നതും ഉറക്കക്കുറവും ഒക്കെ ആയിട്ട് സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും അമ്മമാർ ഉണ്ടാകുക. അതിൻ്റെ കൂടെ മുടി കൊഴിച്ചിൽ കൂടെയാകുമ്പോൾ സ്ട്രെസ്സ് കുറച്ചുകൂടെ കൂടും. പക്ഷേ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇതൊരു കോമൺ ആയിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രസവശേഷമുള്ള മുടി കൊഴിച്ചിൽ സാധാരണ 6 മുതൽ 12 മാസത്തിനിടയിൽ മാറുന്നതാണ്. സ്ട്രെസ്സ് കുറയ്ക്കാനായി ലൈറ്റായിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് മുടി കൊഴിച്ചിൽ കുറയ്ക്കുക മാത്രമല്ല നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിനെ അത് സഹായിക്കും. ഇനി നിങ്ങൾ എല്ലാ കെയറും ചെയ്തു, മുടിക്ക് ഡെലിവറിക്ക് ശേഷം 1 വർഷം കഴിഞ്ഞിട്ടും നിങ്ങളുടെ മുടി നന്നായി കൊഴിയുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് വൈറ്റമിൻസും ഹോർമോൺസും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. പ്രസവശേഷമുള്ള മുടി കൊഴിച്ചിലിനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. എല്ലാ അമ്മമാർക്കും നല്ലൊരു ഹാപ്പി പേരൻറ്റിങ് ആശംസിക്കുന്നു.